Unit 5 Surface Chemistry. So, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അഡ്സോർപ്ഷൻ, അഡ്സോർബൻറ്റ്, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ, ഐസോതേം ഒക്കെയാണ്. സോ ടേക്ക് യുവർ NCERT textbook and also a pen. Okay, then is some of the most important chemicals are produced industrially. ഇപ്പോൾ ഇൻഡസ്ട്രിയലി ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദ റിയാക്ഷൻ ഒക്കർ ഓൺ ദ സർഫസ് ഓഫ് ദ സോളിഡ് കാറ്റലിസ്റ്റ്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ചുകൊണ്ട്. അപ്പം സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഫിനോമിന ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് അല്ലെങ്കിൽ സർഫസ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ബൈ സെപ്പറേറ്റിംഗ് ദ ബൾക്ക് ഫേസ് ബൈ എ ഹൈഫൺ ഓർ എ സ്ലാഷ്. ഫോർ എക്സാമ്പിൾ, ഇൻ്റർഫേസ് ബിറ്റ്വീൻ സോളിഡിനും ഗ്യാസിനെയും എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സോളിഡ് സ്ലാഷ് ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ സോളിഡ് ഹൈഫൺ ഗ്യാസ് എന്ന്. Due to its complete miscibility, there is no interface between the gases. Okay. The interface എന്ന് പറയുന്നത് it's normally a few molecules thick, but its area depend on the size of the particle of the bulk phase. Then ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനോമിന നമ്മൾ നോട്ടീസ് ചെയ്തേക്കുന്നത് amongst those being corrosion, electroprocessൽ, then heterogeneous catalysisൽ, dissolutionലും crystallization ഒക്കെ ഇൻ്റർഫേസിൽ നടക്കുന്നുണ്ട്. അപ്പം to accomplish surface studies carefully അല്ലെങ്കിൽ precisely, it becomes imperative to have a റിയലി ക്ലീൻ സർഫസ്. ഒരു വളരെ വൃത്തിയുള്ള സ്റ്റെറൈലായിട്ടുള്ളൊരു സർഫസ് വേണം. ഒരു ഹൈ വാക്യൂം, അതായത് 10⁻⁻8 മുതൽ 10⁻⁹ പാസ്കൽ വരെയുള്ള ഓർഡർ, ആ ഒരു റേഞ്ച് ഓർഡറിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ അൾട്രാ ക്ലീൻ സർഫസ് ഓഫ് ദ മെറ്റൽ. ഇനി ചില സോളിഡ് മെറ്റീരിയൽസ് വിത്ത് എ ക്ലീൻ സർഫസ് നീഡ് ടു ബി സ്റ്റോർഡ് ഇൻ വാക്യൂം, അല്ലെങ്കിൽ ദീസ് വിൽ ബി കവേർഡ് ബൈ മോളിക്യൂൾസ് ഓഫ് ദ മേജർ കമ്പോണൻസ് ഓഫ് എയർ, മെയിൻലി ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഇപ്പോൾ വളരെ ക്ലീൻ സർഫസ് ഉള്ള മെറ്റൽസിനെ വാക്യൂത്തിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഓക്സിജനോ നൈട്രജനോ ഒക്കെ നമ്മുടെ മെറ്റലിൻ്റെ സർഫസിൽ വന്ന് പറ്റി പിടിക്കും. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത് ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സർഫസ് കെമിസ്ട്രിയാണ്. ഒന്നാമത്തത് അഡ്സോർപ്ഷൻ, രണ്ടാമത്തത് കാറ്റലിസിസ്, ആൻഡ് ദെൻ കൊളോയിഡ്സ് ഇൻക്ലൂഡിങ് എമൾഷനും ജെൽസ്. ദെൻ ഫസ്റ്റ് ടോപ്പിക്കാണ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടി പറ്റും. വിച്ച് റിവീൽസ് ദാറ്റ് ദ സർഫസ് ഓഫ് ദ സോളിഡ് ഹാസ് ദ ടെൻഡൻസി ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ദ മോളിക്യൂൾ ഓഫ് ദ ഫേസ് വിത്ത് വിച്ച് ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട്. ഓക്കെ, ദെൻ ഈ ഒരു മോളിക്യൂൾസ് സർഫസിൽ മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ, ആ ബൾക്കിനകത്തോട്ട് ഡീപ്പറായിട്ട് പോകത്തില്ല. ഡീപ്പറായിട്ട് പോകാതെ സർഫസിൽ മാത്രം മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. ഓക്കെ, ഏത് മോളിക്യൂൾ സ്പീഷിയാണോ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് ദാറ്റ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ്. ആൻഡ് ഏത് മെറ്റീരിയലിനകത്താണോ അഡ്സോർബേറ്റ് വന്ന് പറ്റിപ്പിടിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് അഡ്സോർബെൻറ്റ്. അപ്പം അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതൊരു സർഫസ് ഫിനോമിനയാണ്. ഓക്കെ, ദെൻ സോളിഡ്
particularly in finely divided state have large surface area. ഒരുപാട് വലിയൊരു സർഫസ് ഏരിയ ഉണ്ട്. ആൻഡ് ദെയർഫോർ ചാർക്കോള്, സിലിക്ക ജെല്ല്, അലൂമിനിയം ജെൽ, ക്ലേ, കൊളോയിഡ്, മെറ്റൽസ് എന്നെല്ലാം ഉള്ള ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിൽ നല്ല ഒരു അഡ്സോർബൻ്റായിട്ട് ആക്ട് ചെയ്യും. ഇനി അഡ്സോർപ്ഷൻ ഇൻ ആക്ഷൻ. ചില ഗ്യാസസ് ആയ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, ക്ലോറൈഡ്, അമോണിയ, സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഒരു ക്ലോസ്ഡ് വെസലിൽ പൗഡേർഡ് ചാർക്കോളിൻ്റെ കൂടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ the pressure of the gas in the enclosed vessel decreases. പ്രഷർ കുറയുന്നു. അതായത് the gas molecule concentrate at the surface of the charcoal. ഗ്യാസ് മോളിക്യൂൾ എല്ലാം ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അടുത്ത പേജാണ്. ദാറ്റ് ഈസ് gases are absorbed at the surface. Then അടുത്തത് in a solution of an organic dye, for example we can say methylene blue, which animal charcoal is added and the solution is well shaken. അപ്പം ഒരു ഓർഗാനിക് ഡൈയിൻ്റെ സൊല്യൂഷനിൽ മെത്തലീൻ ബ്ലൂ, അതിനകത്തോട്ട് ആനിമൽ ചാർക്കോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആൻഡ് വി ഷുഡ് ഓൾസോ ഷേക്ക് ദ സൊല്യൂഷൻ വെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒബ്സർവേഷൻ നടക്കുന്നത് ദ ഫിൽട്രേറ്റ് ടേൺ കളർലെസ്. കാരണം ദ മോളിക്യൂൾ ഓഫ് ദ ഡൈ ദസ് അക്യുമുലേറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ചാർക്കോൾ, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് അഡ്സോർബ്ഡ്. മൂന്നാമത്തതാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് റോ ഷുഗർ. Aqueous solution of raw sugar when passed over beds of animal charcoal become colorless. അപ്പം കളർലെസ് ആവും. ആസ് ദ കളറിങ് സബ്സ്റ്റൻസ് ആർ അബ്സോർബ്ഡ് ബൈ ദ ചാർക്കോള് അവിടെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then the air becomes dry in the presence of silica gel because the water molecule get absorbed on the surface of the gel. For example, നമ്മുടെ ബാഗിലെല്ലാം പുതിയ ഒരു ബാഗ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സിലിക്ക ജെല്ലിൻ്റെ ഒരു ചെറിയൊരു കവറുണ്ട്, സിലിക്ക ക്രിസ്റ്റലിൻ്റെ. അപ്പം ഇത് അതിൻ്റെ മുകളിലോട്ട് വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഇറ്റ് അബ്സോർബ്. ഓക്കെ, അപ്പം ഈ ഒരു 4 എക്സാമ്പിളിൽ നിന്നും ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സോളിഡ് സർഫസസ് ക്യാൻ ഹോൾഡ് ദ ഗ്യാസ് or liquid molecule by virtue of adsorption. അപ്പം ഗ്യാസ് മോളിക്യൂൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഓക്സിജൻ, ഹൈഡ്രജനൊക്കെ. വാട്ടർ മോളിക്യൂൾ ആയിട്ട് നമ്മുടെ മോയ്സ്ചർ. ദെൻ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് ഇസ് കോൾഡ് ഡീസോർപ്ഷൻ. അപ്പം സർഫസിലോട്ട് പറ്റി പിടിക്കുന്നതിന് അഡ്സോർപ്ഷൻ. തിരിച്ച് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ഡീസോർപ്ഷൻ. അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷനും അബ്സോർപ്ഷൻ എന്താണെന്നാണ്. അഡ്സോർപ്ഷനിൽ ദ സബ്സ്റ്റൻസ് ഈസ് കോൺസെൻട്രേറ്റഡ് only at the surface and it does not penetrate through the surface to the bulk of the adsorbent. അപ്പം അഡ്സോർപ്ഷൻ്റെ കേസിലാണെങ്കിൽ സർഫസിൽ മാത്രമേ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇറ്റ് വോണ്ട് ഗോ ഇൻ ഡീപ്പ് ഓഫ് ദ ബൾക്ക്. പക്ഷേ ഇൻ കേസ് ഓഫ് അബ്സോർപ്ഷൻ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ എ ചോക്ക് സ്റ്റിക്ക് ഈസ് ഡിപ്ഡ് ഇൻ ദ ഇങ്ക്, എപ്പോഴാണോ ഒരു ചോക്ക് സ്റ്റിക്ക് ഇങ്കിനകത്ത് ഡിപ്പ് ചെയ്യുന്നത് ആ ഒരു സർഫസ് റീറ്റെയിൻസ് ദ കളർ ഓഫ് ദ ഇങ്ക് ഡ്യൂ ടു അഡ്സോർപ്ഷൻ ഓഫ് കളേർഡ് മോളിക്യൂൾ.
and while the solvent of the ink goes deeper into the stick due to its adsorption. ഞാൻ ഒരു ചോക്ക് സ്റ്റിക്ക് ഇങ്കിനകത്ത് ഡിപ്പ് ചെയ്ത് ഇരിക്കുകയാണ്. ആ ഒരു ചോക്കിൻ്റെ സർഫസിൽ ഇങ്ക് വന്ന് പറ്റി പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ക് ഒരു കളർ ചോക്കിന് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് കോൾഡ് അഡ്സോർപ്ഷൻ ഓഫ് ദ കളേർഡ് മോളിക്യൂൾ. ഇൻ കേസ് ആ ഒരു സോൾവെൻറ്റ് ഗോസ് ഡീപ്പർ ഇൻ ടു ദ ചോക്ക്, ഇറ്റ് മീൻസ് ദാറ്റ് the chalk stick undergoes absorption. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ചോക്ക് സ്റ്റിക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വൈറ്റ് ഫോമാണ് അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം, വിച്ച് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ absorption and adsorption with an example of a water vapor. വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യുന്നത് അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് വെച്ചാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അബ്സോർബ് ചെയ്യുന്നത് സിലിക്ക ജെല്ലും കൊണ്ടാണ്. സോ ദ വാട്ടർ വേപ്പർ ആർ അബ്സോർബ്ഡ് ബൈ അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് അബ്സോർബ്ഡ് ബൈ സിലിക്ക ജെൽ. അപ്പം വേറെ വേർഡ്സിൽ പറഞ്ഞാൽ, ദ അഡ്സോർപ്ഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അഡ്സോർബേറ്റ് ഇൻക്രീസസ് ഒൺലി അറ്റ് ദ സർഫസ് ഓഫ് ദ അഡ്സോർബൻറ്റ്. ആൻഡ് നമ്മുടെ അബ്സോർപ്ഷൻ്റെ കേസിലാണെങ്കിൽ യൂണിഫോം ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ദെൻ അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കാറുണ്ട്. ആൻഡ് ദ ടേം സോർപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ദ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. Adsorption arises due to the fact that the surface particle of the adsorbent are not in the same environment as the particle inside the bulk. നമ്മുടെ അഡ്സോർബൻറ്റിനകത്ത് എല്ലാ ഫോഴ്സസും പാർട്ടിക്കിളിലോട്ട് ആക്ട് ചെയ്യുന്നത് മ്യൂച്വലി ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷേ പാർട്ടിക്കിളിൻ്റെ സർഫസ് ആറ്റംസോ മോളിക്യൂൾസോ കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പം ആൻഡ് ഹെൻസ് ദേ പൊസസ് അൺബാലൻസ്ഡ് ഓർ റെസിഡ്യൂവൽ അട്രാക്റ്റീവ് ഫോഴ്സസ്. അപ്പം ദ ഫോഴ്സസ് ഓഫ് അഡ്സോർബൻറ്റ് are responsible for attracting the adsorbate particle on its surface. ഇനി മറ്റൊരു ഫാക്ടറാണ്, another important factor featuring adsorption is the heat of adsorption. ഒരു അഡ്സോർപ്ഷൻ്റെ സമയത്ത് there is always a decrease in residual force of the surface. അതായത് സർഫസ് എനർജി ഡിക്രീസ് ചെയ്യും, വിച്ച് അപ്പിയേഴ്സ് ആസ് ഹീറ്റ്. സോ അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവായിരിക്കും. ഓക്കെ, എപ്പോഴാണ് ഒരു ഗ്യാസ് അഡ്സോർബ് ആകുമ്പോഴത്തേക്കും മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദ എമൗണ്ട് ടു ഡിക്രീസ് ഇൻ ദ എൻട്രോപ്പി ഓഫ് ദ ഗ്യാസ് ആഫ്റ്റർ അഡ്സോർപ്ഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ തെർമോഡൈനാമിക് റിക്വയർമെൻറ്റ്, അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനും പ്രഷറും ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ജി മസ്റ്റ് ബി നെഗറ്റീവ്. അപ്പം ഗിബ്സ് എനർജിയിൽ അവിടെ ഒരു ഡിക്രീസ് ഉണ്ടാവും.
അപ്പം ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൽ ജി നെഗറ്റീവ്, ഡെൽറ്റ എച്ചിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ നെഗറ്റീവ് വാല്യൂ മൈനസ് ടി ഡെൽറ്റ എസിന് പോസിറ്റീവ് വാല്യൂ. ഓക്കെ, thus in an adsorption process which is spontaneous, a combination of these two factors make delta G negative. ഡെൽറ്റ എച്ചിൻ്റെതും മൈനസ് ടി ഡെൽറ്റ എസിൻ്റെ കാര്യവും പറഞ്ഞു. വീണ്ടും അഡ്സോർപ്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ എച്ച് ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്ലി, അങ്ങനെ അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കം ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ ജി ബിക്കം 0. അതായത് ഫസ്റ്റ് കേസിൽ ഡെൽറ്റ ജിനകത്ത് വരുന്ന ഫാക്ടറായ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നല്ല നെഗറ്റീവായിരുന്നു, അല്ലെങ്കിൽ സഫീഷ്യൻ്റ്ലി നെഗറ്റീവായിരുന്നു. ആൻഡ് മൈനസ് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് വന്നു. ഇനി അഡ്സോർപ്ഷൻ വീണ്ടും നടക്കുമ്പോഴത്തേക്കും ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കുറച്ച് നെഗറ്റീവ് മാറി മാറി പോസിറ്റീവായിട്ട് അഡ്സോർപ്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ എച്ച് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് ആവും. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിന് ഈക്വൽ ആവും ആൻഡ് ഡെൽറ്റ ജി ബിക്കംസ് 0. ഈ ഒരു സ്റ്റേറ്റിലാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഡ്സോർപ്ഷൻ, രണ്ട് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണുള്ളത്. സോളിഡ്സ്, ഇഫ് ദ അക്യുമുലേഷൻ ഓഫ് ദ ഗ്യാസ് ഓൺ ദ സർഫസ് ഓഫ് ദ സോളിഡ്, ഗ്യാസ് മോളിക്യൂൾസ് സോളിഡ് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ്, ആ ഒരു അഡ്സോർപ്ഷൻ വിളിക്കുന്ന ടേമാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ഫിസിസോർപ്ഷൻ. കെമിക്കൽ ബോണ്ട് വഴിയാണ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഹെൽഡ് ചെയ്തേക്കുന്നത്. ദെൻ ഇറ്റ്സ് കോൾഡ് കെമി അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ. ഈ ഒരു കെമിക്കൽ ബോണ്ട് ചിലപ്പോൾ കോവാലൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അയോണിക്കോ ആയിരിക്കാം. അപ്പം ഈ ഒരു കെമിസോർപ്ഷന് വളരെ ഹൈ എനർജി ഓഫ് ആക്ടിവേഷൻ ആണുള്ളത്. ദെയർഫോർ ഇതിനെ ഓഫൺ റെഫേർഡ് ടു ആസ് ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ. പിന്നെ ഒരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ മേ പാസ് ഇൻ ടു കെമിസോർപ്ഷൻ ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹൈഡ്രജൻ വാൻഡർവാൾ ഫോഴ്സിൻ്റെ സഹായത്തോടെ നിക്കൽ അഡ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹൈഡ്രജൻ്റെ മോളിക്യൂള് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, which are held on the surface of the chemisorption. Okay. Then ഈ രണ്ട് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അത് ഞാൻ നെക്സ്റ്റ് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇപ്പോൾ വാട്ട് ഐ ഹാവ് ടു സേ ഈസ് ദാറ്റ് നിങ്ങൾ ഒരു 80-85% മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള 15% നിങ്ങൾ ഒന്നും കൂടി ഈ ഒരു പോയിൻറ്റ്സിൽ വീണ്ടും കടന്നു പോവുക എന്നാണ്. ആദ്യ തവണ പറയുമ്പോഴോ ആദ്യ തവണ നിങ്ങളത് കേൾക്കുമ്പോഴോ നിങ്ങൾക്കത് ക്ലിയർ ആവണമെന്നില്ല. ശരിക്കും ഒരു പഠനം മനസ്സിലാക്കി തരുന്നത് നമ്മൾ എന്തൊരു കാര്യം ഒരു തവണ വായിച്ചു എന്നതുകൊണ്ട് നമുക്കതിൻ്റെ 100% മനസ്സിലാക്കണമെന്നില്ല. കുറച്ച് ശതമാനം ആദ്യ തവണയും വീണ്ടും അടുത്ത തവണ കുറച്ചും കൂടി കൂടുതൽ ശതമാനം അങ്ങനെ കിട്ടി. അറ്റ് ദ എൻഡ് നമ്മളിപ്പം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു, നമ്മൾ നോട്ട് പഠിച്ചു, എക്സാംസ് എഴുതുമ്പോഴത്തേക്കും ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു. അങ്ങനെ അറ്റ് ദ എൻഡ് വി വിൽ ബി ഏബിൾ ടു മേക്ക് ദിസ് ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, സോ ഫോർ നൗ we'll wind up here.
Don't forget to like. If you like, you can like, otherwise you can dislike, it's okay. Then subscribe. Okay, and if you like this video, don't forget to share to your friends. Okay, thank you.